ഭൂമിയിൽ എല്ലാ സ്ഥലങ്ങളും ഒരുപോലെയല്ല. അള്ളാഹു മഹത്വപ്പെടുത്തിയ സ്ഥലമുണ്ട്, അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന, അള്ളാഹു ഇഷ്ടപ്പെടാത്ത സ്ഥലങ്ങളും ഭൂമിയിലുണ്ട്. ഭൂമിയിലെ ഏറ്റവും പവിത്രമായ 3 സ്ഥലങ്ങളാണ് മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ അഖ്സ, മസ്ജിദുൻ നബവി. ഭൂമിയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളാണ് അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യപ്പെടുന്ന അവൻ്റെ പള്ളികൾ. ഒരു ഹദീസിൽ നമുക്കിപ്രകാരം കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തുഷദ്ദ റിജാൽ ഇല്ലാ ഇലാ തലാസത്തിൻ മിനൽ മസാജിദ്. പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ആരും 3 പള്ളികളിലേക്കല്ലാതെ പോകാൻ പാടില്ല. ഏതൊക്കെയാണ് ആ 3 പള്ളികൾ? ഇല്ലൽ മസ്ജിദുൽ ഹറാം, ഒന്ന് മസ്ജിദുൽ ഹറാമാണ്. വ മസ്ജിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടാമത്തേത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മസ്ജിദുൻ നബവിയാണ്, മദീനത്തെ പള്ളിയാണ്. മൂന്നാമത്തേത് ഇലൽ മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ അഖ്സയാണ്, ജെറൂസലമിലുള്ള പള്ളിയാണ്. ഈ 3 പള്ളികളിലേക്കല്ലാതെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത പള്ളി ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ നിങ്ങൾ നോക്കി നോക്ക്, എല്ലാ മാസങ്ങളിലും എല്ലാ കൊല്ലങ്ങളിലും സിയാറത്ത് ടൂർ ഉണ്ടാവും. പ്രത്യേകമായ ബസ്സൊക്കെ ബുക്ക് ചെയ്ത് അതിന് പ്രത്യേക അമീറന്മാരൊക്കെ ഉണ്ടാക്കി ജാറങ്ങളിൽ നിന്ന് ജാറങ്ങളിലേക്കും മഖബറകളിൽ നിന്ന് മഖബറകളിലേക്കും ഇസ്തിഗാസ തേടിക്കൊണ്ട് പോകുന്ന ഒരുപാട് മനുഷ്യന്മാരെ നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിൽ ഇത് നിഷിദ്ധമാണ്, അങ്ങനെ പാടില്ലാത്തതാണ്. അത്തരത്തിലുള്ള ഖബറുകൾക്ക് യാതൊരു പ്രത്യേകതയും ഇല്ലാത്തതാണ്. ഈ മസ്ജിദുൽ ഹറാമിൻ്റെയും മസ്ജിദുൽ അഖ്സയുടെയും മസ്ജിദ് നബവിയുടെയും പ്രത്യേകത എന്താണെന്ന് നമുക്ക് പറയാതെ തന്നെ അറിയാം. സുബ്ഹാനല്ലാഹ്, മസ്ജിദുൽ ഹറാം എന്താണ്? അവിടെ പോകുന്നത് തന്നെ നമുക്ക് സംതൃപ്തിയാണ്. ആ പള്ളിയിൽ വെച്ച് വേട്ടയാടാൻ പാടില്ല. അവിടുത്തെ ചെടികളും ഇലകളും പോലും പരിശുദ്ധമാണ്. അവിടെ വെച്ച് തെറ്റുകളെ കുറിച്ച് ഓർക്കാൻ പോലും പാടില്ല. അവിടെ വെച്ച് യുദ്ധം ചെയ്യാൻ പാടില്ല. ആ പള്ളിക്ക് വിഘാതമുണ്ടാക്കുന്ന ഒരു പ്രവർത്തനവും ഒരു മുസ്ലിമിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. ആ പള്ളിയിലെ കർമ്മങ്ങൾ കാണുമ്പോൾ, ആ പള്ളി കാണുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു സന്തോഷമാണ്. ഉംറക്കൊക്കെ പോയ ആളുകൾക്കറിയാം, മക്ക പള്ളിയുടെ മസ്ജിദുൽ ഹറാമിന്റെ ഏറ്റവും മുകളിൽ കയറി നിന്നാൽ അവിടെ താഴേക്ക് നോക്കുമ്പോൾ മതാഫ് ഇങ്ങനെ കാണും. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ആ കറുത്ത കിസുവ കൊണ്ട് മൂടിയ കഅബാലയത്തെ ഇങ്ങനെ ചുറ്റുന്നത് കാണുമ്പോൾ നടക്കുന്നത് മനുഷ്യന്മാരാണ് എന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. എന്തോ കടലുകൾ പോലെ, തിരമാലകൾ പോലെ ആ കഅബയുടെ ചുറ്റിലും ഇങ്ങനെ കറങ്ങുന്നത് പോലെ നാം കാണുമ്പോൾ എന്തൊരാനന്ദമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക്. യഥാർത്ഥത്തിൽ ആ കഅബയെ ആ രീതിയിൽ കാണുമ്പോൾ ഈ മഹാപ്രപഞ്ചത്തെ അത് പ്രതിനിധീകരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഈ മഹാപ്രപഞ്ചത്തെ മിമിക് ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ സൂര്യൻ രാവിലെ എന്നും കിഴക്കെന്ന് ഉദിച്ചു ഉയരുന്ന സൂര്യൻ, ആ സൂര്യന് ചുറ്റിലും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഭൂമിയും അതിന്റെ ജ്യേഷ്ഠനും അനുജനും ഒക്കെയായി ചൊവ്വയും ബുധനുമെല്ലാം. എന്നാൽ അതുപോലെയുള്ള സൂര്യനെ പോലെയുള്ള 2 ലക്ഷം കോടി ഗ്രഹങ്ങളുണ്ട്, 2 ലക്ഷം കോടി നക്ഷത്രങ്ങളുണ്ട് ഈ ക്ഷീരപഥത്തിൽ, മിൽക്കി വേയിൽ. ഇതെല്ലാം കൂടി സജിറ്റേറിയസ് എ എന്ന് പറയുന്ന ബ്ലാക്ക് ഹോളിനെ, തമോഗർത്തത്തെ, ഒരു കറുത്ത സാധനത്തെ വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഅബാലയത്തെ ലക്ഷക്കണക്കിന് മനുഷ്യർ വലയം ചെയ്യുന്നത് പോലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ആ കറുത്ത ബ്ലാക്ക് ഹോളിനെ, തമോഗർത്തത്തെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ അത്ഭുതം ഉളവാക്കുന്ന സൃഷ്ടിപ്പാണ് ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത്. എന്താണ് ഇതുവരെ എന്ന് ശാസ്ത്രത്തിന് മുഴുവനായും വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ഇരുട്ടുള്ള മുറിയിൽ നമ്മളൊരു ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവിടെ വെളിച്ചുണ്ടാവും. അവിടെ എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ കാരണം എന്താണ്? ആ മുറിക്കുള്ളിലെ മതിലുകളുടെ പ്രതലങ്ങൾ ആ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ മുറിയിലുള്ള എന്താണ് എന്ന് കാണാൻ പറ്റുന്നത്. എന്നാൽ എത്ര ശക്തിയായ വെളിച്ചത്തിന്റെ സ്രോതസ് ഉപയോഗിച്ച് നമ്മൾ ആ ബ്ലാക്ക് ഹോളിലേക്ക് അടിച്ചാലും നമുക്കൊന്നും കാണാൻ പറ്റില്ല. കാരണം ആ പ്രകാശത്തെ അത് ആഗിരണം ചെയ്ത് കളയും. ആ പ്രകാശത്തെ അതൊരിക്കലും പ്രതിഫലിപ്പിക്കില്ല. എന്ത് ഒബ്ജക്ട്സ്, എന്ത് സാധനങ്ങൾ, നക്ഷത്രങ്ങളാവട്ടെ, ഗ്രഹങ്ങളാവട്ടെ, ആസ്ട്രോയിഡ്സ് ആവട്ടെ, എന്താവട്ടെ, ആ ബ്ലാക്ക് ഹോളിന് അരികിലൂടെ കടന്നുപോയാൽ അത് അതിൻ്റെ അമിതമായ ഗുരുത്വാകർഷണ
ഗുരുത്വാകർഷണ കാരണം വലിച്ചെടുക്കുകയും പിന്നീട് അതൊരിക്കലും കാണാൻ കഴിയാത്ത രൂപത്തിലായി തീരുകയും ചെയ്യും. ഈ ബ്ലാക്ക് ഹോളുകൾ എന്ന് പറയുന്നത് അടുത്ത പ്രപഞ്ചത്തിലേക്കുള്ള വാതിലുകളാണ് എന്നൊക്കെ സിദ്ധാന്തിച്ച ശാസ്ത്രജ്ഞന്മാരുണ്ട്. അടുത്ത പ്രപഞ്ചം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഒന്നാമത്തെ ആകാശോ രണ്ടാമത്തെ ആകാശോ മൂന്നാമത്തെ ആകാശോ ഒക്കെ ആയിരിക്കാം, ഉറപ്പിച്ച് പറയാൻ നമുക്ക് പറ്റില്ല. കഅബാലയത്തിൽ നടക്കുന്ന ഈ തവാഫ് കാണുമ്പോൾ യഥാർത്ഥത്തിൽ കറുത്ത തമോഗർത്തത്തെ, കറുത്ത ബ്ലാക്ക് ഹോളിന് ചുറ്റിലും കറങ്ങുന്ന ആ മഹാനക്ഷത്ര സമൂഹത്തെയാണ് നമുക്ക് ഓർമ്മ വരിക. അത്രമാത്രം പവിത്രതയുണ്ട് ആ പള്ളിക്ക്. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ പോയി ആ സഅയുടെ സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അവിടെ കാണുന്നത്? വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട്, കറുത്ത ബുർഖ ധരിച്ചുകൊണ്ട് ആയിരക്കണക്കായ സ്ത്രീ പുരുഷന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. എന്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആഫ്രിക്കക്കാരിയായ അടിമ വംശജയായ ഒരു കറുത്ത വനിത തന്റെ പ്രിയപ്പെട്ട പൈതൽ വെള്ളത്തിന് ദാഹിച്ചുകൊണ്ട് കാലിട്ടടിച്ച് കരയുമ്പോ വെള്ളം കിട്ടുമോ എന്ന ആഗ്രഹത്തോടെ ഒരു തുള്ളി വെള്ളത്തിന് ദാഹിച്ചുകൊണ്ട് സഫയുടെയും മറുവയുടെയും ഇടയിൽ ദാഹിച്ചു വലഞ്ഞ് സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്തോടിയ ആ കറുത്ത വനിതയുടെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നും വന്ന പണക്കാരും പണിക്കാരും അടങ്ങുന്ന, രാജാവും പ്രജയും അടങ്ങുന്ന, വെളുത്തവനും കറുത്തവനും അടങ്ങുന്ന, സകല ഭാഷക്കാരും ദേശക്കാരും രാഷ്ട്രക്കാരും അടങ്ങുന്ന അനേകം ലക്ഷം മനുഷ്യർ അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, എത്രമാത്രം മഹത്തരമാണ് ബൈത്തുൽ അതീഖ്, പുരാതനമായ ഭവനം. അള്ളാന്റെ ഖലീലിന്റെ, അള്ളാഹുവിന്റെ ഉറ്റ ചങ്ങാതിയുടെ പാദസ്പർശത്തിലൂടെ ഉന്നതങ്ങളായ സ്ഥാനങ്ങൾ നേടിയ ആ മണ്ണ് എന്തുകൊണ്ടും ഭൂമിയിലുള്ള മറ്റേത് മണ്ണിനേക്കാളും ഏത് പ്രതലത്തെക്കാളും മഹത്തരമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ആ പള്ളിയിൽ വെച്ച് നമസ്കരിച്ചു കഴിഞ്ഞാൽ എത്രയോ ആയിരം ഇരട്ടി പ്രതിഫലമാണ്. ആ പള്ളിയിൽ വെച്ച് തെറ്റ് ചെയ്താൽ അതിന് വലിയ ഗൗരവമുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് ജെറുസലമിൽ നിലനിൽക്കുന്ന ബൈത്തുൽ മുഖദ്ദസ്, മസ്ജിദുൽ അഖ്സ. എല്ലാ സെമിറ്റിക് മതങ്ങളും ഒരേ സമയം ഒരുപോലെ പരിശുദ്ധമായി കാണുന്ന ബൈത്തുൽ മുഖദ്ദസ്, മസ്ജിദുൽ അഖ്സ, ജെറുസലം ഒരുപാട് പ്രവാചകന്മാരുടെ പാദസ്പർശത്തിലൂടെ, അവരുടെ പ്രബോധന രംഗങ്ങളിലൂടെ മഹത്തരമായ സമ്പന്നമായ ആശയങ്ങളുടെയും ആദർശങ്ങളുടെയും പോരാട്ടത്തിലൂടെ, ആദർശ പ്രബോധനത്തിന് വേണ്ടിയുള്ള അതുല്യമായ ത്യാഗനിർഭരമായ നാളുകളിലൂടെ ഉന്നതമായ മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മുഖദ്ദസ്. അതുപോലെ തന്നെ മദീന പള്ളി. ഒരുപാട് പ്രവാചകന്മാരൊന്നും അവിടെ വന്നിട്ടില്ല, ഒരുപാട് പഴക്കവും ആ പള്ളിക്കില്ല. പക്ഷേ ആ പള്ളി ഇത്രമാത്രം പവിത്രമാവാൻ ഒരേ ഒരു കാരണം മാത്രം മതി. എന്താണത്? അഷ്റഫുൽ ഖൽഖായ, ലോകത്തിന്റെ കാരുണ്യമായ മഹാപുരുഷനായ മഹാമനീഷിയായ അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ ജീവിതത്തിന്റെ, പ്രബോധന ജീവിതത്തിന്റെ പാതി കാലഘട്ടവും കഴിച്ചുകൂട്ടിയത് ആ മണ്ണിലാണ്. ആ പ്രവാചകൻ അന്തി ഉറങ്ങുന്നത് ആ മണ്ണിലാണ്. ആ പ്രവാചകന്റെ വിയർപ്പിന്റെ തുള്ളികൾ വിട്ടുവീണത് ആ മണ്ണിലാണ്. അതുകൊണ്ട് തന്നെ ആ മണ്ണ് പരിശുദ്ധമാണ്. ഭൂമിയുടെ നാനാദിക്കുകളിലേക്കും ദജ്ജാൽ എന്ന് പറയുന്ന വലിയ ഫിത്ന കടന്നു വരുമ്പോ രണ്ട് മണ്ണുകളിലേക്ക് ആ ഫിത്നക്ക് പ്രവേശനമില്ല എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്ന് മക്കയിലാണ്, രണ്ട് മദീനയിലാണ്. മദീന പള്ളിയുടെ പ്രാന്തപ്രദേശത്തുള്ള ഒരു കുന്നിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ദജ്ജാൽ ചോദിക്കും, ദജ്ജാൽ പറയുമെന്നാണ്, ഇതാ ഈ വെള്ള കൊട്ടാരം, ഹാദാ മസ്ജിദു അഹ്മദ്, ഇത് അഹ്മദിന്റെ പള്ളിയാണ്, ഇത് മുഹമ്മദിന്റെ പള്ളിയാണ് എന്ന് ദജ്ജാൽ പറയുമെന്നാണ്. പനയോലകൾ കൊണ്ട് റൂഫ് മേഞ്ഞ, അത് കേവലം മണ്ണുകൊണ്ട് മാത്രം താഴെ ഭാഗത്ത് സുജൂദ് ചെയ്ത ആ ഒരു പള്ളിയിൽ ഇരുന്നിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ദജ്ജാൽ വരുന്ന കാലമാകുമ്പോഴേക്ക് ഞാനിരിക്കുന്ന ഈ പള്ളി, സ്വഹാബത്തെ നിങ്ങളിരിക്കുന്ന ഈ പള്ളി വലിയൊരു വെള്ളക്കൊട്ടാരമായി മാറാൻ പോകുകയാണ്. ആ വെള്ളക്കൊട്ടാരം ഇവിടെ പടുത്തുയർത്താൻ മാത്രമുള്ള സാമ്പത്തിക ശേഷി ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ കൈകളിലേക്ക് അള്ളാഹു നൽകാൻ പോകുകയാണ് എന്ന് 1.5 സഹസ്രാബ്ദത്തിനപ്പുറത്ത് നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രവചിച്ച ആ പ്രവചനം ഇന്ന് പുലർന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദജ്ജാൽ നിൽക്കും
ഇബ്രാഹിം പറഞ്ഞ ആ കുന്നിന്റെ മുകളിൽ നിന്നുകൊണ്ട് മദീന പള്ളിയെ നോക്കിയാൽ മിനാരങ്ങൾ തല ഉയർത്തി നിൽക്കുന്ന ആ വെള്ള കൊട്ടാരത്തെ നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും. ഭൂമിയിൽ അല്ലാഹു ഒരുപാട് സ്ഥലങ്ങളെ പരിശുദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, തലഅലഹു ഉഹ്ദുൻ ഫഖാൽ ഹാദാ ജബൽ യുഹിബ്ബുനാ വയുഹിബ്ബുഹു. ഒരിക്കൽ ഉഹുദ് മലയുടെ ചാരത്തൂടെ പ്രവാചകൻ നടന്നു പോവാണ്. അപ്പോൾ റസൂലുള്ള പറയാണ്, ഇത് ഒരു മലയാണ്, ഒരു പർവ്വതമാണ്. ആ പർവ്വതം നമ്മെ സ്നേഹിക്കുന്നു, നാം ആ പർവ്വതത്തെയും സ്നേഹിക്കുന്നു. അല്ലാഹുവേ ഇന്ന ഇബ്രാഹിം ഹറമൽ മക്ക, ഇബ്രാഹിം മക്കയെ പരിശുദ്ധമാക്കിയിരിക്കുന്നു റബ്ബേ. വ ഇന്നി ഹറംതു മാ ബൈന ലാബതൈഹ, അല്ലാഹുവേ ഈ മണ്ണിനെ ഞാനും ഇതാ പരിശുദ്ധപ്പെടുത്തിയിരിക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാണ്, ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീന, നിശ്ചയം വിശ്വാസം ഈമാൻ എന്ന് പറയുന്നത് മദീനയിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കും, മദീനയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കും. കമാ തരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ, പാമ്പതിന്റെ മാളത്തിലേക്ക് അഭയം തേടുന്നത് പോലെ മദീനയിലേക്ക് ഈമാൻ തിരിച്ചു വന്നുകൊണ്ടിരിക്കും. എന്താ ഇതിന്റെ അർത്ഥം എന്നറിയോ? ലോകത്ത് മുഴുവൻ ഈമാനിന്റെ പ്രഭ നഷ്ടപ്പെട്ടാലും അള്ളാന്റെ റസൂലിന്റെ നാട്ടിൽ ആ ഈമാനിന്റെ പ്രഭ ഖിയാമത്ത് നാൾ വരെ അവസാനിക്കാൻ പോകുന്നില്ല. ആ ഇസ്സത്ത്, ആ ഈമാനിന്റെ വെളിച്ചം അവിടെ നിലനിൽക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ പ്രവാചകൻ പഠിപ്പിച്ചത് നമുക്ക് കാണാം, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ, ഒരു നാട്ടിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? ആ നാട്ടിലെ പള്ളികളാണ്. വഅബ്ഗദുൽ ബിലാദി ഇലല്ലാഹി ഏറ്റവും അല്ലാഹുവിന് കോപമുള്ള ഒരു നാട്ടിലെ സ്ഥലം എന്ന് പറയുന്നത് ആ നാട്ടിലെ അങ്ങാടികളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങാടികൾ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളാണ്, മാർക്കറ്റുകൾ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളാണ്, പള്ളികളാണ് അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലങ്ങൾ. ഇതൊക്കെ പറയുന്നത് പ്രിയപ്പെട്ടവരെ, അല്ലാഹു ഈ പ്രത്യേകം സ്ഥലങ്ങളെ പരിശുദ്ധപ്പെടുത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രത്യേകം ദിവസങ്ങളെയും പരിശുദ്ധപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, സ്ഥലങ്ങളെ പരിശുദ്ധപ്പെടുത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇകഴ്ത്തിയിട്ടുമുണ്ട്. പക്ഷെ ദിവസങ്ങളെ അല്ലാഹു പരിശുദ്ധപ്പെടുത്തിയിട്ട് മാത്രമേ ഉള്ളൂ, ഒരു ദിവസത്തെയും അല്ലാഹു ഇകഴ്ത്തിയിട്ടില്ല. ഒരു ദിവസവും മോശമാണ് എന്ന് പഠിച്ചു പഠിപ്പിച്ച്, എല്ലാ ദിവസവും നല്ല ദിവസങ്ങളാണ്. ആ നല്ല ദിവസങ്ങളിൽ ഉത്തമമായ ദിവസങ്ങൾ ഒരുപാടുണ്ട്. ശനിയും ഞായറും തിങ്കളും ചൊവ്വയും ബുധനും വ്യാഴവും വെള്ളിയുമെല്ലാം നല്ല ദിവസങ്ങളാണ്. പക്ഷേ ആ നല്ല ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ചയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 12 മാസങ്ങളും നല്ല മാസങ്ങളാണ്. എന്നാൽ ആ മാസങ്ങളിൽ 4 മാസങ്ങൾക്ക് പ്രത്യേകമായ നന്മയുണ്ട്, പരിശുദ്ധിയുണ്ട്. ആ മാസങ്ങൾ ഏതൊക്കെയാണ്? ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം, റജബ് മാസങ്ങൾ പ്രത്യേക പരിശുദ്ധിയുള്ള മാസങ്ങളാണ്. ഈ 4 പരിശുദ്ധിയുള്ള മാസങ്ങളിൽ ഒരു മാസത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട്. ആ മാസം ദുൽഹജ്ജാണ്. ആ ദുൽഹജ്ജ് മാസത്തിൽ അതിന്റെ ഒന്നാമത്തെ 10 ദിവസത്തിന് വലിയ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ ദിവസത്തിൽ നിങ്ങൾ നമസ്കരിക്കുന്നതിനേക്കാൾ അല്ലാഹുവിന് മറ്റൊരു ദിവസവും നിങ്ങൾ നമസ്കരിക്കുന്നത് ഇഷ്ടമല്ല. അത്രത്തോളം അല്ലാഹുവിന് ഇഷ്ടമാണ് ആ ദിവസം. ആ ദിവസത്തിൽ നിങ്ങൾ അദ്കാർ ചൊല്ലുന്നതിനേക്കാൾ, ആ ദിവസത്തിൽ നിങ്ങൾ ദുആ ചെയ്യുന്നതിനേക്കാൾ മറ്റൊരു ദിവസത്തിലെയും നിങ്ങളുടെ കർമ്മങ്ങൾ അല്ലാഹുവിന് ഇഷ്ടമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മൽ അമലു ഫീ അയ്യാമിൽ അശർ അഫ്ളലു മിനൽ അമലി ഹാദിഹി ഖാലു വലൽ ജിഹാദ് ഖാല വലൽ ജിഹാദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ 10 ദിവസം അമൽ ചെയ്യുന്നതാണ് ഏറ്റവും അഫ്ളൽ, ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, അപ്പോൾ ജിഹാദോ നബിയേ? വലൽ ജിഹാദ്, ജിഹാദും അതിനേക്കാൾ ഉത്തമമല്ല. അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാട്ടത്തിന് പോകുന്നതിനേക്കാൾ, സ്വന്തം ചങ്കിലെ ചോര റബ്ബിന്റെ മാർഗത്തിൽ സമർപ്പിക്കുന്നതിനേക്കാൾ പ്രതിഫലം, അതിനേക്കാൾ ശ്രേഷ്ഠത ഈ 10 ദിവസത്തെ ഇബാദത്തുകൾക്കുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരാണ്. ഏതെങ്കിലല്ലാതെ ഒരാൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടുകയും അവന്റെ ശരീരവും സമ്പത്തും മുഴുവൻ അവിടെ അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്താലല്ലാതെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് പുറപ്പെടുന്നതിനേക്കാൾ പ്രതിഫലം
ഈ ദിവസങ്ങളിലെ ഇബാദത്തുകൾക്കുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരാണ്. പ്രിയപ്പെട്ടവരെ, റമദാനിനേക്കാൾ ശ്രേഷ്ഠത നമ്മളോട് ചോദിക്കാണ് ഒരാൾ, ദുൽഹജ്ജ് ആദ്യത്തെ 10-നാണോ ശ്രേഷ്ഠത കൂടുതൽ? അല്ല, റമദാനിലെ രാവുകൾക്കും പകലുകൾക്കുമാണോ ശ്രേഷ്ഠത കൂടുതൽ എന്ന് ചോദിച്ചാൽ നമ്മൾ വിവരമുള്ള ആളുകളാണെങ്കിൽ ഈ ദുൽഹജ്ജ് ഒന്നാമത്തെ 10 ദിവസമാണെന്ന് മറുപടി പറയും. പണ്ഡിതന്മാർ ആ രീതിയിൽ നമുക്ക് പറഞ്ഞു തരും. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. എന്തുകൊണ്ടാണത്? ഇസ്ലാമിന്റെ അടിസ്ഥാന കർമ്മങ്ങൾ മുഴുവൻ ഒരുമിച്ച് വരുന്ന ദിവസങ്ങൾ. നോമ്പുണ്ട്, ഒന്നുകിൽ നമുക്ക് ദുൽഹജ്ജിന്റെ 9 ദിവസവും നോമ്പെടുക്കാം, അല്ലെങ്കിൽ അറഫയുടെ ദുൽഹജ്ജ് 9-ന്റെ അന്ന് നോമ്പെടുക്കാം. അതുപോലെ തന്നെ നമസ്കാരം, അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ, അതുപോലെ തന്നെ ഹജ്ജ്, എല്ലാം ഒരുമിച്ച് വരുന്ന ദിവസങ്ങൾ ഇത് മാത്രമാണ്. അതുപോലെ അള്ളാഹുവിന് വേണ്ടി ബലിയെറുക്കുന്നത് എല്ലാം ഒരുമിച്ച് വരുന്ന ദിവസങ്ങൾ ഇത് മാത്രമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം പോലും പാഴാക്കാതെ, ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ അള്ളാഹു പവിത്രത നൽകിയ ഈ ദിവസങ്ങളുടെ പവിത്രത മുഴുവനായും നുകർന്നെടുക്കാൻ നമുക്ക് സാധിക്കണം. ഒന്നും വേണ്ട, അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അധികരിപ്പിക്കാൻ പഠിപ്പിച്ചത് തഹ്മീദും തക്ബീറും തഹ്ലീലുമാണ്. വളരെ സിമ്പിളാണ് ഈ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്താൻ. നമ്മളിങ്ങനെ പള്ളിയിൽ വന്നിരുന്നിട്ട് മൂലക്ക് ഇങ്ങനെ ചടഞ്ഞിരുന്ന് ഖുർആൻ എടുത്തോതി അങ്ങനെ കഴിച്ചുകൂട്ടൊന്നും വേണ്ട. നമുക്ക് നമ്മുടെ ജോലികളിൽ പോകാം, നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് പോകാം, നമ്മുടെ ക്രയവിക്രയങ്ങളെല്ലാം നടത്താം, ഒരു പ്രശ്നമില്ല. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ യാത്ര പോയപ്പോ അവിടുത്തെ ഉമ്മത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തൊരു സമ്മാനുണ്ട്. എന്താണത്? താങ്കളുടെ ഉമ്മത്തിന് ഈ ദിക്ർ പറഞ്ഞു കൊടുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ട് അവിടത്തേക്ക് കൊടുത്തൊരു സമ്മാനുണ്ട്. ആ സമ്മാനമാണ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഈ ദിക്ർ അങ്ങയുടെ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കണം. അത് സ്വർഗ്ഗത്തിലെ വിത്താണ്, അത് സ്വർഗ്ഗത്തിലെ വിത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുത്തത് ആരാണ്? മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് തന്ന സമ്മാനമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദിക്ർ നമ്മൾ കൂടുതലായി അധികരിപ്പിക്കുക. നമുക്ക് മറന്നു പോകുമെന്നുണ്ടെങ്കിൽ ഈ 10 ദിവസത്തേക്ക്, ഈ 9 ദിവസത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഫോണിൽ ഒരു ചെറിയ റിമൈൻഡർ വെക്കുക. അരമണിക്കൂറോ 3/4 മണിക്കൂറോ 1 മണിക്കൂറോ ഇടവിട്ടുകൊണ്ട് നമ്മുടെ ഫോണ് നമ്മെ ഓർമ്മിപ്പിക്കും അദ്കാർ ചെല്ലാൻ. ഒരു ചെറിയ അലാറം, വലിയ കുറെ നേരം അടിക്കുന്ന അലാറം ഒന്നും വേണ്ട, 2 ബീപ് സൗണ്ട് മാത്രം മതി. ആ ബീപ് സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരണം അദ്കാറിന്റെ സമയമാണ്. കാരണം ഈ സമയത്ത് നിങ്ങൾ ഒരു അദ്കാർ ചൊല്ലിയാൽ നിങ്ങൾ ബാക്കിയുള്ള സമയത്ത് 100 ചെല്ലുന്നതിനേക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്, അള്ളാഹുവിന് സ്നേഹമാണ്. പടച്ചോന്റെ സ്നേഹം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? പരമാവധി മറവിയെ മറികടക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തത്, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ കൂടുതലായി ദുആ അധികരിപ്പിക്കാൻ ശ്രമിക്കുക. ഈ 10 ദിവസം പ്രധാനമായി അള്ളാഹുവിനോട് ആവശ്യമുള്ള കാര്യങ്ങൾ മുഴുവൻ പറയാൻ ശ്രമിക്കുക. ഹാജിമാരോട് ദുആ ചെയ്യാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ദുആ എന്താണ്? റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈ ദുനിയാവിൽ നീ നന്മ തരണമേ, നാളെ ആഖിറത്തിലും നീ നന്മ തരണമേ എന്ന് പ്രാർത്ഥിക്കാനാണ് ഹാജിമാരോട് പറഞ്ഞത്. ആ പ്രാർത്ഥന നമ്മൾ അധികരിപ്പിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വളരെ സുന്ദരമായ ദുആകൾ സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് പറഞ്ഞു തരാൻ ഇബ്രാഹിം നബി ദുആർക്കാണ്, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനാ വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഖാല വമൻ കഫറ ഫഉമത്തിഉഹു ഖലീലാ. ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ, ഈ രാജ്യത്തെ നിർഭയത്വമുള്ള രാജ്യമാക്കി മാറ്റണമേ. ഞാനും നിങ്ങളും പ്രധാനമായി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണിത്. നാട് മുഴുവൻ വലിയ കലാപത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എത്തരത്തിൽ സമുദായങ്ങളെ പരസ്പരം അടുപ്പിക്കണമെന്ന ആളുകൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കാൻ, ഏത് നിമിഷവും കലാപകലുഷിതമായ ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് വലിച്ചെറിയപ്പെടുക തന്നെ ചെയ്യും. ആ സമയത്ത് സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ ഈ പ്രാർത്ഥന മാതൃകാപരമാണ്. അദ്ദേഹം പ്രാർത്ഥിച്ചത് എന്താണ്? റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനാ. അല്ലാഹുവേ, ഈ രാജ്യത്തിന് നിർഭയത്വമുള്ള രാജ്യമാക്കി മാറ്റണമേ, ജീവിക്കാൻ സമാധാനമുള്ള രാജ്യമാക്കി രാജ്യത്തെ മാറ്റണമേ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ.
ഈ രാജ്യത്ത് ജീവിക്കുന്നവർക്ക് സുഭിക്ഷമായ ഭക്ഷണം നീ നൽകുകയും ചെയ്യണമേ. നാം ജീവിക്കുന്ന നമ്മുടെ നാടിന്റെ സുഭിക്ഷത എന്നത് നമ്മുടെ പ്രാർത്ഥനയിൽ വരേണ്ട കാര്യമാണ്. നമ്മുടെ നാടിന്റെ ഉന്നമനം എന്ന് പറയുന്നത്, പുരോഗമനം എന്ന് പറയുന്നത് നമ്മുടെ ദുആയിൽ വരേണ്ട കാര്യമാണ്. ഇബ്രാഹിം നബിയുടെ മാതൃകയാണ് എന്റെ നാടിന് വേണ്ടി പ്രാർത്ഥിക്കുക. എന്റെ രാഷ്ട്രത്തെ നീ പുരോഗതിയിലാക്കണമേ റബ്ബേ, ഇവിടെ നീ അഭിവൃദ്ധി നൽകണമേ റബ്ബേ, ഇവിടെ നീ നിർഭയത്വം നൽകണമേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതൃകയാണ്. അവിടുന്ന് അങ്ങോട്ട് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന നിങ്ങൾ നോക്ക്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. കഅബാലയം പടുത്തുയർത്തിയതിനു ശേഷം ഇബ്രാഹിം നബി നടത്തിയ പ്രാർത്ഥനയാണ്, ഞങ്ങളുടെ രക്ഷിതാവേ തഖബ്ബൽ മിന്നാ, ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ. ഇന്നക അൻതസ് സമീഉൽ അലീം, നിശ്ചയം നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് എന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയാണ്. ദുൽഹിജ്ജ മാസത്തെ പ്രവർത്തനങ്ങൾ മുഴുവൻ കഴിഞ്ഞുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ആദിയാണിത്. പടച്ചോനെ എന്നിൽ നിന്ന് സ്വീകരിക്കണമേ, എന്റെ കർമ്മങ്ങൾ കബൂൽ ചെയ്യണമേ. അടുത്ത പ്രാർത്ഥന എന്താണ്? റബ്ബനാ, ഞങ്ങൾ രക്ഷിതാവേ, വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക. അല്ലാഹുവേ, നിനക്ക് കീഴ്പ്പെട്ട രണ്ടുപേരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ. ഞങ്ങളുടെ പിന്നാലെ വരാൻ പോകുന്ന ഞങ്ങളുടെ ദുർരിയാത്തുകളെയും നിനക്ക് കീഴ്പ്പെട്ട ഒരു സമുദായമാക്കി മാറ്റണമേ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ്, നാം മാതൃക എടുക്കേണ്ട പ്രാർത്ഥനയാണ്. നമുക്ക് വേണ്ടി ദുആ ചെയ്താൽ പോരാ, നമ്മുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന നമ്മുടെ സന്താന പരമ്പരകൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവേ, എന്റെ സന്താന പരമ്പരയിൽ നിനക്കിഷ്ടപ്പെട്ട ഇബാദുകളെ ഉണ്ടാക്കണേ റബ്ബേ, നിനക്കിഷ്ടപ്പെട്ട നീ സ്നേഹിക്കുന്ന ഒരു വിഭാഗത്തെ ഉണ്ടാക്കണേ റബ്ബേ. നാട്ടിൽ ഫിത്നയുണ്ടാക്കുന്ന, ലഹരി ഉപയോഗിച്ചുകൊണ്ട് കുഴപ്പങ്ങളും കലാപങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് നാടിനെ പറയിപ്പിക്കുന്ന, കുടുംബത്തെ പറയിപ്പിക്കുന്ന ഒരു വിഭാഗത്തെ എന്റെ സന്താന പരമ്പരകളിൽ ഉണ്ടാക്കരുത് റബ്ബേ. എന്റെ ശരീരം മണ്ണിനോട് ചേർന്നാലും എന്റെ ശരീരത്തിലെ എല്ലുകൾ മുഴുവൻ മണ്ണായി മാറിയാലും ഈ ലോകത്തിനെ പ്രതിനിധീകരിച്ച് ജീവിക്കുന്ന എന്റെ മക്കളുണ്ടല്ലോ, എന്റെ സന്താന പരമ്പരകളുണ്ടല്ലോ റബ്ബേ, ആ സന്താന പരമ്പരകളെ ധാർമ്മികതയുടെ വക്താക്കളാക്കണേ നാഥ. നിന്റെ ഇഷ്ടത്തിന്റെയും നിന്റെ സ്നേഹത്തിന്റെയും പാത്രങ്ങളാക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതൃകയാണ്. എന്നിട്ടൊരു മാതൃക കൂടെ, ഒരു പ്രാർത്ഥന കൂടെ നമുക്ക് കാണാൻ കഴിയും. എന്താണത്? റബ്ബനാ വബഅത് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം. അല്ലാഹുവേ, എന്നിട്ട് അവരിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യണമേ. നിന്റെ കിതാബ് ഓതിക്കൊടുക്കുന്നവരെ സംരക്ഷിക്കുന്നവരെ ശുദ്ധീകരിക്കുന്ന, അവർക്ക് നിന്റെ കിതാബ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രവാചകനെ അവരിൽ നിന്ന് നീ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യണമേ റബ്ബേ. നമുക്കും അത് പ്രാർത്ഥിക്കാവുന്നതാണ് നാഥ. എന്റെ സന്താന പരമ്പരകളിൽ ആലിമിനെ നീ ഉയർത്തിക്കൊണ്ടുവരണമേ. ജനങ്ങൾക്ക് കിതാബ് പറഞ്ഞു കൊടുക്കുന്ന, ജനങ്ങൾക്ക് ഇൽമ പറഞ്ഞു കൊടുക്കുന്ന, ജനങ്ങളെ ശുദ്ധീകരിക്കുന്ന ഒരു ദാഇയെ, ഒരു ആലിമിനെ, ഒരു പ്രബോധകനെ, ഒരു പണ്ഡിതനെ എന്റെ സന്താന പരമ്പരയിൽ നീ കൊണ്ടുവരണേ നാഥ എന്ന് നാം പ്രാർത്ഥിച്ചാൽ, ആ പ്രാർത്ഥനയ്ക്ക് പടച്ച റബ്ബ് ഉത്തരം നൽകിയാൽ, അങ്ങനെ ഒരാൾ ഈ ലോകത്ത് വരാൻ നിങ്ങളുടെ സന്താന പരമ്പര കാരണമായി കഴിഞ്ഞാൽ, നിങ്ങൾ ഖബറിൽ കിടക്കുമ്പോഴും ആ മകൻ ഈ ലോകത്ത് നിന്ന് പ്രബോധനം ചെയ്യുമ്പോൾ, ദാവത്ത് ചെയ്യുമ്പോൾ, ആ ദാവത്തിന്റെയും പ്രബോധനത്തിന്റെയും പ്രതിഫലം നിങ്ങളുടെ ഖബറിലേക്ക് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്, എത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അതിൽ യാതൊരു സംശയവുമില്ല. സുന്ദരമായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ്, പടച്ചോനെ എനിക്ക് കുറേ സമ്പത്ത് തരണേ, എനിക്ക് നല്ല വീട് തരണേ, എനിക്ക് നല്ല വാഹനം തരണേ എന്നൊന്നല്ല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വളരെ പ്രധാനമായി പ്രാർത്ഥിച്ചത്. പിന്നെ അദ്ദേഹം പ്രാർത്ഥിച്ചത് എന്താണ്? നാഥാ, ഈ നാട്ടിൽ നീ സമാധാനം ഉണ്ടാക്കണേ റബ്ബേ, ഈ നാട്ടിൽ നീ അഭിവൃദ്ധി ഉണ്ടാക്കണേ. അല്ലാ, ഞങ്ങളുടെ കർമ്മങ്ങളെ സ്വീകരിക്കണേ, ഞങ്ങളെ നിന്റെ മുസ്ലിങ്ങളാക്കി മാറ്റണേ, ഞങ്ങളുടെ സന്താന പരമ്പരകളെ ഈ മുസ്ലിങ്ങളാക്കി മാറ്റണേ. എന്റെ ഈ സന്താന പരമ്പരയിൽ ഉന്നതനായ ഒരു പ്രവാചകനെ നീ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യണമേ എന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല അക്ഷരം പതി കേൾക്കുകയും, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, ലോകത്തിന് കാരുണ്യമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കുകയും ചെയ്തു. ഇതാണ് രണ്ടാമതായി വളരെ പ്രധാനമായി നമുക്ക് ചെയ്യാനുള്ളത്, ദുആ ചെയ്യുക. ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും ഈ 10 ദിവസത്തേക്ക് ദുആക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുക.
പടച്ചവനോട് പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മൾ മാറ്റിവെക്കുക. അതുപോലെ തന്നെ മൂന്നാമത്തത് സുന്നത്ത് നമസ്കാരങ്ങളെല്ലാം കൃത്യമാക്കുക, ജമാഅത്ത് നമസ്കാരങ്ങൾ കൃത്യമാക്കുക. നാലാമത്തത് ഉദ്ഹിയ്യത്താണ് പ്രിയപ്പെട്ടവരെ, ബലികർമ്മമാണ്. ആ ബലികർമ്മം 10ാമത്തെ പെരുന്നാളിന്റെ അന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതായത് സ്വന്തം അറുക്കുന്ന ആളുകൾ പെരുന്നാളിന്റെ അന്ന് തന്നെ ദുൽഹജ്ജ് 10 തന്നെ അറുക്കാൻ ശ്രമിക്കുക. കാരണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ആ ദിവസത്തിലാണ്. ബാക്കിയുള്ള ദിവസത്തിൽ ഫദ്ലില്ല എന്നല്ല, മഹത്വമില്ല എന്നല്ല, പക്ഷേ പെരുന്നാളിന്റെ അന്ന് അറുക്കും. അത് ദുൽഹജ്ജ് 10ന്റെ അന്നാണ്. അത് അള്ളാഹുവിന് നിങ്ങൾ ബാക്കിയുള്ള ദിവസത്തിൽ അറുക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം ആ ദിവസത്തിൽ അറുക്കുന്നതാണ്. ആ ദിവസത്തിൽ അറുക്കുന്നതിന് പ്രതിഫലവും മഹത്വവും പരിശുദ്ധിയും കൂടുതലുണ്ട് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 10 ദിവസത്തിന്റെ പവിത്രത ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ, ഭാഗ്യവതികളുടെ കൂട്ടത്തിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സത്യവിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. ഈ രണ്ടാമത്തെ ഖുതുബയിൽ വളരെ കുറേ കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയാനില്ല. പറഞ്ഞ കാര്യങ്ങളൊന്നുകൂടി വളരെ ഗൗരവമായി ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ 10 ദിവസം നിങ്ങൾ വേസ്റ്റ് ചെയ്യാതിരിക്കുക. ഇത് നിങ്ങൾ നശിപ്പിച്ചാൽ, വേസ്റ്റ് ചെയ്താൽ, പാഴാക്കി കളഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമായിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ട്. അങ്ങക്ക് ഏറ്റവും വലിയ നഷ്ടമായിരിക്കും. ഒന്നും ചെയ്യാനില്ല, നാം എപ്പോഴും ഫ്രീ ആയിരിക്കുമല്ലോ. ഈ ടെലി കമ്പനികളിൽ ജോലി ചെയ്യുന്ന, കോൾ അറ്റൻഡറായി ജോലി ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ അതിൻ്റെ പ്രശ്നമുള്ളൂ. അവർക്ക് തന്നെ സമയം ഉണ്ടാവും. അതല്ലാതെ ഓഫീസിൽ ജോലി ചെയ്യുന്നവർക്ക്, കടകളിൽ ഇരിക്കുന്നവർക്ക്, കച്ചവടം ചെയ്യുന്നവർക്ക് നാവ് ഫ്രീ ആയിരിക്കും. എപ്പോഴും ആ സമയത്ത് ഇങ്ങനെ കടകടാ സംസാരിച്ചുകൊണ്ടിരിക്കുക, വെറുതെ ഒരാവശ്യമില്ലാത്ത സംസാരം നടത്തിക്കൊണ്ടിരിക്കാതിരിക്കുക. ഒരു വലിയ പണ്ഡിതൻ പറഞ്ഞെന്താ അറിയോ, നീ സംസാരിക്കാൻ പഠിച്ചതുപോലെ നീ എന്ത് ചെയ്യണം? മൗനം പാലിക്കാനും പഠിക്കണം. അനാവശ്യമായ സംസാരങ്ങൾ നിർത്തുക. എന്നിട്ട് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നീ അദ്കാർ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. നമ്മുടെ സംസാരത്തിൻ്റെ 70% എടുത്തു നോക്ക്, വേസ്റ്റ് ആയിരിക്കും. ഒന്നുകിൽ ആരുടെങ്കിലും കുറ്റം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു ഉപകാരമില്ലാത്ത സംഗതികൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുക. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സംസാരം കൂടുതലാണ്. എന്തെങ്കിലും ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഇങ്ങനെ സ്ക്രൂട്ടനൈസ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് പോയി അവിടെ ഹക്കും ബാത്തിലും ഹറാമും ഹലാലൊന്നും നോക്കൂല നമ്മൾ. ഈ 10 നിങ്ങളെ നിർത്തണം എന്നല്ല, ജീവിതകാലം മൊത്തം നിങ്ങൾ നിർത്തണ്ട. ഈ 10 ദിവസത്തേക്ക് നിങ്ങളൊന്ന് കയറി, ഈ 10 ദിവസത്തേക്കെങ്കിലും അതൊക്കെ ഒന്ന് നിർത്തിയിട്ട് ഒരു 1/4 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ ഫോണിലൊരു എന്തായാലും മറക്കും, പിശാച് മറപ്പിക്കും. നിങ്ങൾ എൻ്റെ ഈ വാക്കുകൾ എഴുതി വെച്ചു. നിങ്ങൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ചെല്ലാൻ തുടങ്ങിയായിരിക്കാം. നിങ്ങളൊരു 10 മിനിറ്റ് ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ മറന്നുപോകുന്നത്. കാരണം പിശാചിൻ്റെ പണി അതാണ്. 24/7 വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിന്? മനുഷ്യൻ്റെ നന്മകൾ കുറക്കാനും തിന്മയിലേക്ക് കൊണ്ടുപോകാനോ. എന്തായാലും മറപ്പിക്കും, പിശാച് മറപ്പിക്കും, ഒരു സംശയം വേണ്ട. പിശാചിനെ മറപ്പിക്കാൻ കഴിയുമെന്നത് ഖുർആന്റെ നസ്സാണ്. തെളിവ് ആവശ്യമുള്ളവർക്ക് തരാം. അപ്പം അതിനെ മറികടക്കാനാണ് പറഞ്ഞ് ഒരു റിമൈൻഡർ വെക്കുക. നിങ്ങളൊരു ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾ ഫോണിലൊരു റിമൈൻഡർ വെച്ചാൽ നിങ്ങളതിൽ നിയത്ത് ചെയ്തെന്നാണ് അർത്ഥം. അള്ളാഹ് നിങ്ങൾക്ക് പ്രതിഫലം തരും. ഒരു 1/4 മണിക്കൂർ കൂടുമ്പോൾ അദ്കാറിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി റിമൈൻഡർ നിങ്ങൾ റിമൈൻഡർ ആപ്പുകൾ ഒരുപാടുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ. അതൊന്ന് എടുത്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളത് റിമൈൻഡർ വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ നിയത്തായി, നിങ്ങൾക്ക് പ്രതിഫലമായി. അത് ചെയ്യുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. ആളുകൾ കേട്ടാൽ ഇതിലെ വിടും ദീനിൻ്റെ കാര്യങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമായി എടുക്കുക. ഈ അദ്കാറെങ്കിലും കൃത്യമാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ദുആ കൃത്യമാക്കുക. ഉദ്ഹിയ്യത്തിന് ഇതുവരെ ചേർന്നിട്ടില്ലാത്തവർ പെട്ടെന്ന് തന്നെ ചേരാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നാഥാ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളിൽ സാമ്പത്തികമായ, ശാരീരികമായ, മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് റബ്ബേ. അവർക്ക് നീ സൗഖ്യവും സമാധാനം
സമാധാനവും ആശ്വാസവും നൽകണേ റബ്ബേ. കടങ്ങൾ കൊണ്ട് വലയുന്ന ആളുകളുടെ കടങ്ങൾ നീ തീർത്തു കൊടുക്കണേ നാഥ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന മനുഷ്യരുടെ രോഗത്തിന് നീ ശിഫ നൽകണേ റബ്ബേ. നിഫാഖ് കൊണ്ടും കുഫ്ർ കൊണ്ടും ഷിർക്ക് കൊണ്ടും ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് റബ്ബേ അവർക്ക് നീ സമാധാനവും ഹിദായത്തും നൽകണേ റബ്ബേ. മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്ത് നൽകണേ റബ്ബേ. ദില്ലത്തിൽ നിന്ന് അവരെ കരകയറ്റണേ നാഥ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹദാനിയത്തിന്റെ കലിമത്തിന്റെ വക്താക്കളായി മരണം വരെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. മരിക്കുന്ന സമയം അത് ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും ഉച്ചരിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നാഥ. അല്ലാഹു ഞങ്ങളിൽ ഹജ്ജ് ചെയ്യാൻ ഇതുവരെ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്തവർക്ക് എത്രയും പെട്ടെന്ന് അതിന് ഭാഗ്യം നൽകണേ റബ്ബേ. സമ്പത്തുണ്ടായിട്ടും അതിന് പോകാൻ മനസ്സില്ലാത്തവർക്ക് നീ മാനസികമായ ഒരുക്കം നൽകണേ റബ്ബേ. അവിടത്തേക്ക് പോകാനുള്ള ആഗ്രഹം നൽകണേ റബ്ബേ. ആഗ്രഹമുണ്ടായിട്ടും സമ്പത്തില്ലാത്തവർക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി നീ നൽകണേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.